ബ്രെഡ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് 3 മുട്ട, ഒരു മുളക്, കുറേ കുഞ്ഞുള്ളികൾ, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ബ്രെഡ്, ഇതൊക്കെയാണ് വേണ്ടത്. നമുക്കിതൊന്ന് അരിയാം. അങ്ങനെ അരിയണം. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും. പക്ഷേ ഇതില്ല. ഇത് അമ്മ ഒന്നും ഉണ്ടാക്കി തരാത്ത കാരണം മാത്രം ഉണ്ടാക്കാൻ ഒരു സംഭവമാണ്. ജസ്റ്റ് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും മുളകും ഉപ്പും ഒക്കെ ഇട്ട് ബീറ്റ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാൻ ചൂടാക്കി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ചെയ്യാനാണോ പറയാം? അമ്മോട് ഇതിന് മലയാളം ചോദിച്ചപ്പോൾ അമ്മ ഫോൺ കട്ട് ചെയ്തു. ഗൈസ് ഇതിന് മലയാളം പറയാം. നമ്മളെപ്പോഴും ഇങ്ങനെ നോക്കണം കേട്ടോ, കാരണം തീ കൂട്ടി വെച്ചേക്കണേ. അപ്പോൾ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇതിപ്പോൾ അച്ഛന് വേണ്ടിയാണ് ഉണ്ടാക്കണം. അച്ഛൻ എൻ്റെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്നേക്കാളും ഇഷ്ടമാണ്. അമ്മയ്ക്ക് അയ്യോ കഴിഞ്ഞ ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ എടുക്കാം കേട്ടോ. ഓക്കെ, ഇത് എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, ഒഴിച്ചിടാം. എന്നിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ നമുക്ക് ഓംലേറ്റ് അടിക്കാം. തീ കുറച്ച് വെക്കാം. ഇത് അമ്മ ഇപ്പോൾ ക്യാമറ പിടിക്കാൻ എന്ന കാരണം ഓരോന്ന് പറയാം കേട്ടോ. ഇതൊക്കെ എനിക്ക് അറിയണതാ. കൈ പൊടിക്കുന്നു. ഓക്കെ, നമുക്ക് ഇടാം. ഇത് ഫുള്ളായിട്ടാക്കാം. ഇനി നമുക്ക് ഇത് ഹാഫ് അടിക്കണം. പക്ഷെ കഴിഞ്ഞ ഹാഫ് അടിച്ചപ്പോൾ ശരിയായില്ല. അത് അങ്ങനെ വീഴണം കാണിക്കാറ്. ഇങ്ങനെ ആയിരിക്കും ഇത് വരാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ആരെങ്കിലും ചെയ്തതാണ്, പക്ഷെ തെറ്റാണ്. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ഓക്കെ, കണ്ടോ? ഞാൻ അച്ഛൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് റിയാക്ഷൻ എടുക്കാം. അച്ഛൻ വെയിറ്റിംഗ് ആട്ടാ. ഒരുമിച്ചെടുക്കേ. ഇതെന്താ സാധനം? ഇതാ ഓംലേറ്റ്. ഓംലേറ്റ്. ഒരുമിച്ചെടുക്ക്. ബ്രെഡ് ഓംലേറ്റ് അല്ലേ? അതെടുക്കണ്ട, ഇതെടുക്ക്. ഇത് മൊത്തം എടുക്ക്. ഓക്കെ ഓക്കെ. എന്നിട്ട് കഴിച്ചു നോക്ക്. ആയി സൂപ്പർ. രസമുണ്ട്. ഇന്നാളും ഉണ്ടാക്കിയാലും ഭംഗിയായിട്ടുണ്ട്. അതാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്യണം. അമ്മ കഴിച്ചോ? അമ്മ കഴിച്ചില്ല. അമ്മയ്ക്ക് ആദ്യം ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ അത് ഇത്തിരി ഫ്ലോപ്പ് ആയിരുന്നു. അതെ, ഇത് സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം എന്ന് പറയാ. ഓ, ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് വൈകുന്നേരം കഴിക്കാൻ പറ്റിയ, ഒരു ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. ഓക്കെ ഗൈസ്. ഓക്കെ.